നമസ്കാരം ഫ്രണ്ട്സ്, ഇത് ബ്ലാക്ക് ലെമൺ ആണ്. അറേബ്യൻ റൈസിലൊക്കെ ഒരു സ്പൈസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് ഇത്. സാധാരണ നമുക്ക് അറേബ്യൻ ഡിഷ് ഉണ്ടാക്കുമ്പോൾ ആ കിറ്റിനോടൊപ്പം കിട്ടാറുണ്ട്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. അതായത് ആലുവ അടുപ്പിൽ, പുകയില്ലാത്ത അടുപ്പിൽ പുകയിട്ടുകൊണ്ട് തനതായ രീതിയിൽ പാരമ്പര്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിന് മൂപ്പത്തിയ നാരങ്ങയാണ് നമുക്ക് വേണ്ടത്. അതായത് നന്നായിട്ട് മൂത്ത് ഒരു പച്ചക്കളർ പോയി മഞ്ഞയിലേക്ക് എത്തുന്ന ഒരു മഞ്ഞയിലെത്തരുത്, അതിന് മുന്നേ നമുക്ക് കിട്ടണം. അതേസമയം നന്നായിട്ട് മൂത്തിരിക്കുകയും ചെയ്യണം. ആ ഒരു പാകത്തിലുള്ള നാരങ്ങയാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ മഞ്ഞ കളറായാൽ നമുക്ക് ആ ഒരു കറുപ്പ് കളറ് പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ട് അതുപോലെ തന്നെ നല്ല മൂത്തിരിക്കുകയും ചെയ്യണം. മൂത്തിട്ടില്ലെങ്കിൽ അത് നമ്മൾ ഉണക്കുമ്പോൾ അതിന് ഒരു കുഴിഞ്ഞൊക്കെ പോകും, അപ്പോൾ ഒരു പെർഫെക്റ്റ് ഷേപ്പ് കിട്ടില്ല. പക്ഷേ നല്ല സ്മെല്ലും ഇതൊക്കെ ഉണ്ടാവും, ഉപയോഗിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതുപോലെ ഇതായതുകൊണ്ട് ഇതുപോലെ നല്ല മൂത്ത നാരങ്ങയാണ് നമുക്ക് വേണ്ടത്. നല്ല പച്ച കളറുള്ള നല്ല മൂത്ത നാരങ്ങ. പണ്ടൊക്കെ ഇത് നമ്മൾ വീട്ടിലെ പുകയില്ലാത്ത വിറകടുപ്പ്, പുകയില്ലാത്ത അടുപ്പല്ല, സാധാ വിറകടുപ്പ്, ചിമ്മിനിയൊക്കെയുള്ള വിറകടുപ്പിൽ നമ്മൾ വീട്ടിൽ അമ്മമാരൊക്കെ കൊടംപുളി, നാരങ്ങ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ പുകയിട്ട് ഉണക്കിയെടുക്കാറുണ്ട്. അതായത് ചിമ്മിനിയുടെ ഒരു സൈഡിൽ മരം കൊണ്ട് തട്ടടിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഉണക്കിയെടുക്കാറാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് അതുപോലെയുള്ള വിറകടുപ്പില്ല, പുകയില്ലാത്ത അടുപ്പാണ് ഉള്ളത്. ആലുവ അടുപ്പ് എന്നൊക്കെ അറിയപ്പെടുന്ന അടുപ്പാണുള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്കിതുപോലെ തനതായ രീതിയിൽ പാരമ്പര്യമായിട്ട് ഉണക്കിയെടുക്കുന്ന രീതിയിൽ തന്നെ ചെയ്യാം. വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടത് ആദ്യം നന്നായിട്ട് തിളച്ച വെള്ളമാണ്. ഈ തിളച്ച വെള്ളത്തിൽ ഒരു 90 സെക്കൻഡിൽ കൂടാതെ നമുക്ക് ഈ നാരങ്ങ ഒന്ന് മുക്കി വെക്കണം. അതായത് അത് കുക്കാവാൻ പാടില്ല, അതാണ് അതിൻ്റെ ഒരു മീനിങ്. അപ്പം അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് 90 സെക്കൻഡിൽ കൂടി പോകരുത്. അതായത് അപ്പോഴേക്കും അതിൻ്റെ നാരങ്ങ കുക്കായാൽ അതിൻ്റെ ആ കളറ് മാറും. അത് പിന്നെ നമുക്ക് ആ പെർഫെക്റ്റ് ഷേപ്പ് ടെക്സ്ചർ കിട്ടില്ല. അതുപോലെ ഇങ്ങനെ 90 സെക്കൻഡ് തിളച്ച വെള്ളത്തിൽ ഞാൻ മുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മുക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് തണുത്ത വെള്ളത്തിലേക്ക് അത് മാറ്റി വെക്കണം. ഐസ് ബ്ലോക്ക് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇതിപ്പോൾ ഐസ് ബ്ലോക്ക് ഇല്ല, പക്ഷേ ചില്ലായിരുന്നു. നന്നായിട്ട് തണുത്ത വെള്ളത്തിലാണ് ഞാനിപ്പോൾ മുക്കി വെക്കുന്നത്. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഇങ്ങനെ മുക്കി വെക്കണം. കാരണം അതിൻ്റെ ഉള്ളിലുള്ള ആ ജ്യൂസ് ബാഗുകളൊക്കെ നന്നായിട്ട് തണുത്ത് കിട്ടണം. അതിനുശേഷം ഞാൻ നമ്മുടെ ആലുവ അടുപ്പിലൊന്ന് പുകയിടുകയാണ്. ചകിരി പുകച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അടുപ്പിൽ ചകിരി പുകയ്ക്കും. എന്നിട്ട് ഇടയടുപ്പുണ്ടല്ലോ, നടുവിൽ ആ അടുപ്പ് അല്ലെങ്കിൽ ചൂളടുപ്പ് എന്നൊക്കെ പറയും, ആ ഭാഗത്ത് ആണ് നാരങ്ങ വെക്കുന്നത്. അപ്പോൾ നമ്മൾ അപ്പുറത്തെ തീ മൂട്ടിയ അടുപ്പിൽ പുകയിടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചൂളടുപ്പിലേക്ക് പുക വരും. എന്നിട്ട് ഇത് അടച്ച് വെക്കണം, അല്ലെങ്കിൽ പുക പുറത്തേക്ക് പോവും. അങ്ങനെ അടച്ച് വെച്ച് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും അടുപ്പ് ചൂടുണ്ടാവരുത്. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടില്ലാത്ത സമയത്ത് വേണം നമ്മൾ ഇതുപോലെ പുകയിട്ട് ഉണക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഉണ്ടാവും 4 ദിവസം കൊണ്ട് എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ലെമൺ കിട്ടിയിട്ടുണ്ട്. നല്ല അസാധ്യമായൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മൂക്കാത്ത നാരങ്ങ. ഞാനൊന്ന് പറിച്ച് ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് ഉണക്കിയെടുത്തിരുന്നു. അപ്പോൾ മൂക്കാത്ത നാരങ്ങ ആയാലും ഇതുപോലെ കുഴികളൊക്കെ ഉണ്ടാവും, ഒരു ഷേപ്പ് കിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ബ്ലാക്ക് ലെമൺ വീഡിയോ. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.